ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു വീക്ക് ഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ അതിന് ശേഷം സാധാരണ ഞാൻ ക്ലീനിങ്ങിനൊക്കെ ശേഷമാണ് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് രാവിലെ തന്നെ പണികൾ തീർക്കുക എന്നുള്ളത്. പക്ഷേ കുട്ടികൾ എന്തായാലും ഈ ചോറൊന്നും ലഞ്ചായിട്ട് കൊണ്ടുപോകത്തില്ല. എന്തെങ്കിലും പലഹാരം അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെയേ കൊണ്ടുപോകലുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതിനൊക്കെ ശേഷം സെറ്റായതിന് ശേഷം ആണ് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാറ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെയും കിച്ചണിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നിൽക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. കിച്ചൺ ക്ലീൻ ആവത്തുമില്ല. അപ്പം ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്യലുണ്ട് രാവിലെ തന്നെ പണികൾ തീർക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പണികൾ തീർത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേനും മോൻ സ്കൂളിലോട്ട് പോവും. പിന്നെ 7:30 to 8:30 വരെ ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിലാണ് മോൾ ഇറങ്ങുന്നത്. അപ്പം ആ ഒരു 7:30 ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അപ്പോൾ ആ ഒരു 1 ഹവറിൽ ഞാനിപ്പം ലഞ്ച് ഉണ്ടാക്കി അതും ആ ഒരു കാര്യം കൂടി ചെയ്ത് തീർക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം പച്ചക്കറി വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്തു വയ്ക്കാനും പറ്റും. പിന്നെ നമ്മൾ നോണൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് പിന്നെയും കുറച്ചുകൂടി സമയം ഒക്കെ വേണ്ടി വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. രാവിലെ തന്നെ ഇതുപോലെ ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് കിച്ചൺ നീറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു മാക്സിമം 10:30 വരെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്താൽ പിന്നെ ഒരു 10:30 to ഒരു 1:30 വരെ നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയം നമുക്ക് കിട്ടും. അതിൽ തന്നെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് യൂട്യൂബിൻ്റെ എഡിറ്റിംഗ് ആ കാര്യങ്ങളുണ്ടാവും. പിന്നെ കുറച്ച് നേരം എനിക്ക് ഓൺലൈനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഈ ബിറ്റ്വീൻ 10:30 to 1:30 ഇൻക്ലൂഡ് ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാ ബെഡ്റൂമും ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനൊരു കോഫി ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു 10:30 സമയത്തൊന്നും കോഫി കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഈയിടെയായിട്ട് ഇടയ്ക്ക് നമുക്കൊരു ക്ഷീണമൊക്കെ തോന്നുന്ന സമയത്ത് കോഫി കുടിക്കാറുണ്ട്. മുന്നേ ഞാൻ ഗ്രീൻ ടീ ആയിരുന്നു ഈ ഒരു സമയത്ത് കുടിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ബാഡ് ഹാബിറ്റാണ്. പയ്യെ അത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഗ്രീൻ ടീയിലോട്ട് മാറേണ്ട സമയമായിട്ടുണ്ട്. എന്തായാലും ഷുഗർ അല്ല ചേർത്തത്, ഈ ഓർഗാനിക് ജാഗറി പൗഡർ എന്ന് പറഞ്ഞ് ശർക്കരപ്പൊടി കിട്ടുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചായയിലും കാപ്പിയിലൊക്കെ ചേർക്കാറ്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയർ ആണെന്നുള്ള അസംഷനിലാണ് അത് ചേർക്കുന്നത്. അപ്പോൾ എന്തായാലും കോഫിയൊക്കെ കുടിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം മോർഫി റിച്ചാർഡ്സിൻ്റെ കൺവെക്ഷൻ ഓവൻ വാങ്ങിച്ച കാര്യം ഷെയർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് ഇതുവരെ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ മൺഡേ ആയപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായല്ലോ. അപ്പോൾ അതൊന്ന് എടുത്ത് പയ്യെ നോക്കാം, ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങണ്ടേ. അങ്ങനെ അതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് മോർഫി റിച്ചാർഡ്സിൻ്റെ 25 ലിറ്ററിൻ്റെ കൺവെക്ഷൻ ഓവനാണ് വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി മോർഫി റിച്ചാർഡ്സിൻ്റെ തന്നെ OTG അവൻ ഉണ്ട്. അപ്പോൾ OTGയിൽ നമുക്ക് ബേക്കിങ്ങും ഗ്രില്ലിങ്ങും ആണ് ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കിങ്ങും ഗ്രില്ലിങ്ങും ചെയ്യണമെങ്കിൽ OTG ആണ് നല്ലത്. പക്ഷേ നമുക്കിതുപോലെ കൺവെക്ഷൻ അവൻ ഉണ്ടെങ്കിൽ നമുക്ക് റീഹീറ്റ് ഭക്ഷണങ്ങൾ ചൂടാക്കുകയും കുക്ക് ചെയ്യുകയും അതുപോലെ നമുക്കതിനകത്ത് ബേക്കിങ്ങും ഗ്രില്ലിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അവനാണ് കൺവെക്ഷൻ അവൻ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പം ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത് വെച്ചിട്ട് കേക്ക് ട്രൈ ചെയ്തു. പക്ഷേ പെർഫെക്റ്റായിട്ട് എനിക്ക് ഇതുവരെ കേക്ക് കിട്ടിയിട്ടില്ല. അത് അവൻ്റെ കുഴപ്പമല്ല, എൻ്റെ റെസിപ്പി ഞാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പം സിമ്പിൾ കേക്ക് ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് നന്നായിട്ട് വന്നത് ചിക്കൻ ഗ്രില്ല് ചെയ്ത് കറക്റ്റായിട്ട് വന്നു. അപ്പം അത് ഓക്കെയാണ്. പിന്നെ ബാക്കി റെസിപ്പീസൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ കൂടുതലും നമ്മൾ ഫുഡ് ചൂടാക്കി എടുക്കാനും ഒക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തിരുന്നു, അതും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി. 4 പേരുടെ ഫാമിലിക്ക് കറക്റ്റ് 25 ലിറ്റേഴ്സ് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഫീച്ചേഴ്സ് കണ്ടോ, ആ നമ്പേഴ്സിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ കുറേ മോഡ്സ് ഉണ്ട്. ഗ്രിൽ കൺവെക്ഷൻ, മൈക്രോ ഗ്രിൽ, അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ ഇതിനകത്ത് ഇവർ കാണിച്ചിരിക്കുന്ന മറ്റൊരു പ്രത്യേകത ഓട്ടോ കുക്കിംഗ് ആണ്. അതായത് ഓരോ റെസിപ്പിക്കും വേണ്ടിയിട്ട് ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന റെസിപ്പീസ് എല്ലാം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് ജസ്റ്റ് പ്രിപ്പറേഷൻസ് ചെയ്യുക, വെക്കുക, ഈ നമ്പേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ കുക്കായി വരുന്നൊക്കെയാണ് പറയുന്നത്. അത് എന്തുമാത്രം പ്രാക്ടിക്കലാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇത് റിലേറ്റഡ് ഈ അവൻ്റെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്ത് അത് വെച്ചിട്ട് ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഓരോന്നും പഠിക്കുന്നത് ഒക്കെ അനുസരിച്ചിട്ട് ഞാനത് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് കേക്ക് ബേക്ക് ചെയ്തു, പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇതിൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു കേട്ടോ. കുറച്ച് ഓയിൽ മാത്രം വേണ്ടി വന്നുള്ളൂ, നല്ല കറക്റ്റായിട്ട് വന്നു. പിന്നെ നമ്മൾ ഓരോന്നും ചെയ്ത് തന്നെയാണല്ലോ പഠിക്കുക. അൺബോക്സിങ് കഴിഞ്ഞ് കുറേ ബോക്സസൊക്കെ കാലിയായിട്ടുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗ ഈ ഒരു ഭാഗത്തായിരുന്നു, അത് കൗണ്ടർ ടോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. കാര്യം ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരുപാട് കവറും പേപ്പറും ബോക്സും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ആക്കുകയാണേ. പിന്നെ കുറച്ച് തുണിയൊക്കെ നിവർത്തിയിടാനുണ്ട്. ആ ഒരു ബക്കറ്റ് മാറണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഒരു അത്യാവശ്യമായിട്ട് മാറ്റേണ്ട ഒരു സംഭവമാണ് ആ ലോണ്ട്രി ബക്കറ്റ്. പിന്നെ തുണികളൊക്കെ കുറച്ചൊന്ന് ഉണങ്ങാനുണ്ടായി, അതാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. അപ്പം രാവിലെ തന്നെ പറ്റാവുന്ന തുണികൾ മടക്കി വെക്കും കേട്ടോ. കാരണം എനിക്കെന്തായാലും ഒരു ലോഡ് ലോണ്ട്രി നിവർത്തിയിടാനുണ്ടാവും. നമുക്കിവിടെ സ്ഥലം കുറവല്ലേ, ഈ സ്റ്റാൻഡൊക്കെ തന്നെയല്ലേ ഉള്ളൂ, വലിയ അഴകളൊന്നും നമുക്ക് കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അലക്കി അപ്പോൾ മടക്കി വെച്ച് അങ്ങനെയാണ് നമ്മൾ ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അവരവരുടെ ഡ്രസ്സുകൾ അവരവർ തന്നെ മടക്കി വയ്ക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഈ കൂട്ടത്തിലെ മോനാണ് കുറച്ചൊരു മടി. അപ്പം ഞാനിപ്പോൾ ഒരു ബോക്സ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് എടുത്ത് വെക്കും. ചിലപ്പോൾ ഞാൻ മടക്കി കൊടുക്കും, എന്നിട്ട് കറക്റ്റ് പ്ലേസിൽ എടുത്ത് വെക്കാൻ പറയും. അങ്ങനെ പയ്യെ അവനെ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ വർക്കൗട്ടിൻ്റെ സമയമാണ്. അപ്പോൾ 30 മിനിറ്റ്സ് ലെസ്ലി സാൻസൻ്റെ വർക്കൗട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ ATPയുടെ വർക്കൗട്ട് ചെയ്യും. മടിയുള്ള ദിവസം ഈ ഒരു ലെസ്ലി സാൻസൺ ചെയ്യാറുണ്ട്. ഇത് കുറച്ച് ഈസിയും പിന്നെ കുറച്ച് മടിയൊക്കെ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റിയൊരു വർക്കൗട്ടാണ്. പിന്നെ എന്തായാലും അന്നത്തെ ദിവസം വാക്കിങ്ങിന് പോയിട്ടില്ല, ഈ ഒരു വർക്കൗട്ട് വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ കുറച്ച് നേരം ലഞ്ചൊക്കെ കഴിഞ്ഞുള്ളൊരു ടൈമാണ്. ഞാൻ നമ്മുടെ ബുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് അല്ല, ജീവചരിത്രമൊക്കെ അത്രയും ഇൻട്രസ്റ്റൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനതിനിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 5 AM ക്ലബ്ബ് എന്ന് പറയുന്ന ബുക്കും പാരലലി വായിക്കുന്നുണ്ട് കേട്ടോ. അതും ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ഇരുന്ന് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി വായിക്കുന്നതല്ല, വായിക്കണം എന്ന് വിചാരിച്ച് വായിക്കുന്നതാണ്. എന്തായാലും എനിക്കത് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ബുക്കും ഞാൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വേണം അടുത്ത ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അടുത്തത് എങ്കിലും ഇനിയൊരു ഇൻട്രസ്റ്റോടു കൂടി നമുക്കിങ്ങനെ പേജ് ടേണർ എന്ന് പറയുന്ന പോലെ വായിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഒരു ഫിക്ഷൻ ആയിരിക്കും ഇത് കഴിഞ്ഞാൽ ചൂസ് ചെയ്യുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായയുടെ സമയമായി. ചായക്ക് സ്നാക്കായിട്ട് വെറുതെ നമ്മൾ പഴം വാട്ടിയെടുക്കില്ലേ, വെളിച്ചെണ്ണയിലും നെയ്യിലൊക്കെ പഴം വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം എക്സാം പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പർ ഇങ്ങനെ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റഡി മോട്ടിവേഷനൊക്കെ ഇടുകയാണെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നടക്കട്ടെ. പെട്ടെന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ഫിഷ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചുവന്ന കളറിൽ വെണ്ടയ്ക്ക കണ്ടതാട്ടോ. അപ്പോൾ ഞാനതൊന്ന് എടുത്തതാണ്.
പിന്നെ വലിയ കൊഞ്ചാണ് കേട്ടോ കിട്ടിയത്. വേറെ ഫിഷൊന്നും അങ്ങനെ നല്ലതുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.